മതം വിശ്വാസികളോട് ചെയ്യുന്ന ഏറ്റവും വലിയ സ്കാം എന്താണെന്നറിയോ? അത് അൺസർട്ടനിറ്റി വിൽക്കലാണ്. വിശ്വാസികൾക്ക് ലോജിക്കില്ല എന്ന് ഞാൻ പറഞ്ഞ വീഡിയോന് താഴെ ഒരു സുഹൃത്ത് വന്നിട്ട് കമൻറ്റ് ചെയ്തു, ഇവിടുത്തെ ജീവിതമൊന്നും അല്ല ജീവിതം, ആഫ്റ്റർ ലൈഫിലാണ് യഥാർത്ഥ ജീവിതം എന്നുള്ളത്. പുള്ളി ആഫ്റ്റർ ലൈഫിനെ കുറിച്ച് പറഞ്ഞതുകൊണ്ട് ഞാൻ പുള്ളിയോടൊരു കഥ പറഞ്ഞു. ചിലപ്പോൾ ഈ വീഡിയോയ്ക്ക് കുറച്ച് നീളം കൂടുതലായിരിക്കും, നിങ്ങളൊന്ന് ക്ഷമിക്കുക. ഇനി ഒരുപാട് നീളം കൂടുതലാണെങ്കിൽ ഞാൻ 2 പാർട്ടാക്കുന്നുണ്ടാവും. കഥ ഇതാണ്. ദൈവം ഒരിക്കൽ വിശ്വാസികളോട് ചോദിച്ചു, ആർക്കൊക്കെ സ്വർഗ്ഗത്തിൽ പോകണം? അപ്പോൾ എല്ലാ വിശ്വാസികളും കൈ ഉയർത്തി. ദൈവം രണ്ടാമത് ചോദിച്ചു, ആർക്കാണ് ആദ്യം പോകേണ്ടത്? അപ്പോൾ ആരും കൈ ഉയർത്തിയില്ല. അപ്പോൾ കഥ കേട്ടപ്പോൾ സുഹൃത്ത് പറഞ്ഞു, അവനിക്കിപ്പോൾ മരിക്കാൻ പേടിയൊന്നുമില്ല, എപ്പോൾ വേണമെങ്കിലും മരിക്കാൻ റെഡിയാണ്. ആകെക്കൂടെയുള്ളൊരു പ്രശ്നം, നബി ചെയ്ത അത്രയും പുണ്യം അവൻ ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ ചോദിച്ചു, ഓക്കെ, നബി ചെയ്ത അത്രയും പുണ്യം ചെയ്യാൻ നിനക്കിനി എത്ര സമയം വേണം? അതിനവൻ ഇതുവരെ മറുപടി പറയാൻ വന്നിട്ടില്ല, ആ വഴിക്ക് അങ്ങ് പോയി. അപ്പോൾ അവിടെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ അൺസർട്ടനിറ്റി കിടക്കുന്നത്. ഇസ്ലാം മതവിശ്വാസപ്രകാരം മുഹമ്മദ് നബിയാണ് മനുഷ്യന്മാരിൽ ഏറ്റവും കൂടുതൽ പുണ്യം ചെയ്ത വ്യക്തി. അപ്പോൾ അത്രയും പുണ്യം ചെയ്യാൻ വിശ്വാസികൾ ശ്രമിക്കണമെന്നാണ് മതം എല്ലായ്പ്പോഴും വിശ്വാസികളെ പ്രേരിപ്പിക്കുന്നത്. അവിടെ നിന്നാണ് ഈ സുഹൃത്ത് ഈ ഡയലോഗ് പറയുന്നത്. പക്ഷേ ഈ ഡയലോഗിൻ്റെ പ്രശ്നം എന്താണെന്ന് പറഞ്ഞാൽ, നബി ചെയ്ത അത്രയും പുണ്യം ഇവൻ ചെയ്തിട്ടില്ല എന്ന് ഇവൻ പറയണമെങ്കിൽ ആദ്യം നബി എത്ര പുണ്യം ചെയ്തെന്ന് അറിയണം, നിലവിൽ ഇവൻ എത്ര പുണ്യം ചെയ്തിട്ടുണ്ടെന്ന് അറിയണം. എങ്കിലാണ് എയിൽ നിന്ന് ബിയിലേക്ക് നമുക്കിത് മെഷർ ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷേ പുണ്യം മെഷർ ചെയ്യാനുള്ള ടൂളൊന്നും ഒരു മതവും ഒരു വിശ്വാസിക്കും കൊടുത്തിട്ടില്ല. അപ്പോൾ സുഹൃത്തിൻ്റെ കഥ ഇവിടെ നിന്ന് കഴിയും. പക്ഷേ ഈ ഒരു അൺസർട്ടനിറ്റി പ്രശ്നമാകുന്ന വേറൊരു സാഹചര്യമുണ്ട്. അതെന്താണെന്ന് പറഞ്ഞാൽ, മതം പറയുന്നതെല്ലാം ശരിയാണെന്നും മതം പറയുന്ന എല്ലാ പ്രാക്ടീസും ചെയ്താൽ സ്വർഗ്ഗത്തിൽ പോകാൻ പറ്റുമെന്നും പരിപൂർണമായും വിശ്വസിക്കുന്ന നിഷ്കളങ്കരായ വിശ്വാസികളുണ്ട്. അവരെ സംബന്ധിച്ചിടത്തോളം ഈ അൺസർട്ടനിറ്റി വല്ലാത്ത ഒരു മെൻ്റൽ ടോർച്ചറാണ്. അവരെല്ലായ്പ്പോഴും ആങ്ഷ്യസ് ആയിരിക്കും. ഞാൻ ശരിയായ രീതിയിലാണോ കാര്യങ്ങൾ ചെയ്യുന്നത്? ഇത്രയും പുണ്യം എനിക്ക് മതിയാവോ? എനിക്ക് സ്വർഗ്ഗം കിട്ടുമോ? ഈ ഒരു ടോർച്ചറിൻ്റെ പുറത്താണ് അവരെല്ലായ്പ്പോഴും ജീവിക്കുന്നുണ്ടാവുക. കൂടാതെ ഈ ഒരു ടെൻഷനും ആങ്സൈറ്റിയും അൺസർട്ടനിറ്റിയൊക്കെയാണ് വളരെ ഇല്ലോജിക്കലായ കാര്യങ്ങളിലേക്ക് വിശ്വാസികളെ കൊണ്ടുപോവുകയും ചെയ്യുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ട് നിങ്ങൾക്ക് ചോദിക്കാം, ഒരു അവിശ്വാസിക്ക് ഇപ്പോൾ ഇത് മെഷർ ചെയ്യാൻ പറ്റുമെന്ന്. ഒരു അവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവിശ്വാസി നല്ല കാര്യങ്ങൾ ചെയ്യുന്നത് പുണ്യം കിട്ടാനല്ല, പകരം അവന് ചുറ്റുമുള്ള ആളുകളുടെയും മനുഷ്യരുടെയും ജീവിതം കുറച്ചുകൂടെ മെച്ചപ്പെടുത്താനാണ്. അതേസമയം അവിശ്വാസി മെഷർ ചെയ്യുന്ന വേറെ ചില കാര്യങ്ങളുണ്ട്. അത് നമുക്ക് പുണ്യം പോലെ തന്നെ കണക്കാക്കാൻ പറ്റും. അതിന് നമുക്ക് സ്നേഹമെന്നോ കരുണാന്നോ ദയാന്നോ എന്ത് വേണമെങ്കിലും വിളിക്കാം. ഇപ്പം നിങ്ങൾ ഒരാളെ സ്നേഹിക്കുന്നുണ്ടെന്ന് വിചാരിക്കുക. അപ്പോൾ അയാളെ നിങ്ങൾ ശരിയായി സ്നേഹിക്കുന്നുണ്ടോ, ആവശ്യത്തിന് സ്നേഹിക്കുന്നുണ്ടോ, ശരിയായ രീതിയിലാണോ എന്നൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ അപ്പുറത്ത് നിൽക്കുന്ന ആളുടെ റെസ്പോൺസ് നിങ്ങളെ സഹായിക്കും. അതിനനുസരിച്ച് നിങ്ങൾക്ക് മാറ്റം വരുത്താനും പറ്റും. പക്ഷേ പുണ്യത്തിൻ്റെ കാര്യത്തിൽ അത്തരമൊരു റെസ്പോൺസ് ദൈവത്തിൻ്റെ ഭാഗത്തുനിന്ന് ഒരു വിശ്വാസിക്കും കിട്ടുന്നില്ല. ഇനി ഇതിനേക്കാളൊക്കെ എക്സ്ട്രീമായിട്ട് അൺസർട്ടനിറ്റിയുള്ള മറ്റൊരു സാധനം മതം വിശ്വാസികൾക്കിടയിൽ വിൽക്കുന്നുണ്ട്. അതിനെക്കുറിച്ച് ഞാൻ അടുത്ത വീഡിയോയിൽ പറയാം. എന്തായാലും ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ കൂടെ ഒന്ന് വായിക്കണേ.